ശ്രീ പ്രിന്റു മഹാദേവ് ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഏതായാലും എന്തിന്റെ തർക്കങ്ങളുടെ പേരിലായാലും കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷവും നഷ്ടപ്പെടാൻ പാടില്ല. കൂടുതൽ നിക്ഷേപങ്ങളും വ്യവസായങ്ങളും വരണം. നമ്മുടെ സംസ്ഥാനവും മുന്നിൽ തന്നെ പോകണം. വരും ദിവസങ്ങളിൽ അടിയന്തരമായി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചേർന്ന് ചെയ്യേണ്ടത് എന്താണ്? തീർച്ചയായും കേരളത്തിന്റെ അടിസ്ഥാന വികസനം അല്ലെങ്കിൽ വ്യാവസായിക വികസനവും കാർഷിക മേഖല വികസനവും ഒക്കെ തന്നെ ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇവിടത്തെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അന്ധമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും പല പദ്ധതികളും കേരളത്തിൽ നടപ്പിലാകുന്നില്ല. കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പല പദ്ധതികളും കേരളത്തിൽ അട്ടിമറിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ശശി തരൂരിന്റെ വിഷയത്തിനകത്ത് തരൂരിന് കൃത്യമായിട്ടൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയ മോഹഭംഗത്തിലാണ് സത്യത്തിൽ ഇപ്പോൾ തരൂർ നിൽക്കുന്നത്. തരൂരിനെ പോലെ ഒരു പക്ഷേ തരൂരിന്റെ കഴിവിനെ ഒന്നാം UPA സർക്കാരിനകത്ത് അദ്ദേഹം ജയിച്ച സമയത്ത് വിദേശകാര്യ സഹമന്ത്രി എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയെന്നല്ലാതെ ഒരു സാധാരണ MP ആയി ഇരിക്കാൻ മാത്രം അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളല്ല തരൂർ. അദ്ദേഹം പിന്നീട് നരേന്ദ്രമോദി സർക്കാരിന്റെ വരവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ UPA സർക്കാരിന് ഇനി ഒരു തിരിച്ചുവരവ് ഇല്ലാത്തതൊക്കെ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു MP എന്ന രീതിയിൽ സാധാരണ ഒരു MP എന്ന രീതിയിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് പരാജയമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളെന്ന രീതിയിലും യുഎന്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന രീതിയിൽ ജനകീയമായിട്ടും അല്ലെങ്കിൽ പബ്ലിക്കിനിടയിൽ അദ്ദേഹത്തിന് ഒരു പൊതു സ്വീകാര്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷെ തിരുവനന്തപുരത്ത് ഏറ്റവും കടുത്ത മത്സരം നടന്ന സാഹചര്യത്തിലും അദ്ദേഹത്തിന് ഒരു ചെറിയ അദ്ദേഹം വിജയിക്കുന്നത്. കോൺഗ്രസിനകത്ത് അദ്ദേഹം ഇന്ന് വലിയ രീതിയിൽ അപമാനിതനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് നോക്കുന്ന സമയത്ത് ഇന്നേ വരെ ഇപ്പൊ നമ്മൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മത്സരം ഉണ്ടായല്ലോ. കോൺഗ്രസിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ ആർജവത്തോടു കൂടി വലിയൊരു ചങ്കുറ്റത്തോടു കൂടിയിട്ട് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം പ്രതീക്ഷിക്കാത്ത പല കോണുകളിൽ അദ്ദേഹം വളരെ പരാജയപ്പെടും. കാരണം കോൺഗ്രസിന്റെ സംവിധാനം അറിയുന്നു എങ്കിൽ അത് ധീരമായിട്ട് മത്സരിക്കുന്നു. അതിൽ പരാജയപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ട് വലിയ ശതമാനം വോട്ടുണ്ട്. അതിനുശേഷം സത്യത്തിൽ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് സോണിയാഗാന്ധി ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, ഈ KC വേണുഗോപാൽ ആയിക്കോട്ടെ, ഇപ്പൊ അങ്ങനെയാണല്ലോ ഈ ഒരു കോക്കസ് അദ്ദേഹത്തിനെ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ അപമാനിതനാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്യം എന്ന് പറയുന്നതിന്റെ മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു. അതിനാദ്യമായിട്ട് അദ്ദേഹത്തിന് അതിനുള്ള ഒരു അവസരം എന്ന രീതിയിൽ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്തത് NSS ആയിരുന്നു. അപ്പൊ NSS ഒരു കാര്യം ഏറ്റെടുക്കുന്നു. അതിനുശേഷം ലീഗുകാർ, നമ്മൾ മനസ്സിലാക്കണം, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ഒരു പക്ഷേ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നീട് ഒരു രാഷ്ട്രീയ നയചാതുര്യം പ്രകടമാക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കുഞ്ഞാലിക്കുട്ടി ഇദ്ദേഹത്തിന് ദത്തെടുക്കുന്ന അല്ലെങ്കിൽ ലീഗുമായിട്ടുള്ള ഒരു ബന്ധം ഉറപ്പിക്കുന്നു. പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് തരൂർ അനുയോജ്യനാണ് എന്നുള്ളൊരു സന്ദേശം ഉണ്ടാകും. എന്നാൽ ഇത് കോൺഗ്രസിലെ KC വേണുഗോപാൽ ആയിക്കോട്ടെ, നമ്മുടെ VD സതീശൻ ആയിക്കോട്ടെ, ചെന്നിത്തല ആയിക്കോട്ടെ, ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ പരിവേഷം തകർത്തുകൊണ്ട് കേരളത്തിൽ നിന്നും അദ്ദേഹത്തെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നു. അതുകൊണ്ടല്ല KPCC ഓഫീസിനകത്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ റൂം കൊടുക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല. അപ്പൊ രാഷ്ട്രീയ മോഹഭംഗത്തിന്റെ പുറത്താണ് തരൂർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. അത് അദ്ദേഹം പല സമയത്ത് പല സന്ദർഭങ്ങളിൽ മോഡി അനുകൂലമായിട്ട്, ഇപ്പോൾ മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുപോകും മോഡിക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തരൂരിന്റെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മോഹഭംഗത്തെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പക്ഷെ കേരളത്തിൽ അത് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വികസനം ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഔചിത്യം നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്. അത് പ്രൊഡക്റ്റീവാണ് നമ്മൾ അംഗീകരിക്കണം. പ്രൊഡക്റ്റീവ് അല്ലാത്ത മുഴുവൻ സാധാരണ സംരംഭങ്ങളെയും എല്ലാം എടുത്തുകൊണ്ട് കേരളം ഒരു വ്യവസായ അനുകൂലമായ സംസ്ഥാനമാണ് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യണം. കേരളത്തിൽ വികസനം വരണം. ഇടതുപക്ഷം അവരുടെ ധാർഷ്ട്യം ഉപേക്ഷിക്കണം. മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആ ധാർഷ്ട്യമൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് വളരാൻ വലിയ സാധ്യതയുണ്ട്. അതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സഹായവും കേരളത്തിൽ ഉണ്ടാകും. അതിനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്.